റമദാൻ മാസത്തിലെ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അതേപോലെ തന്നെ മറ്റൊരു റമദാൻ മാസത്തിലെ നമ്മളുടെ ചര്യകളിൽ, ചിട്ടകളിൽ മാറ്റം വരുന്നത് ഉറക്കത്തിലാണ്. ഉറക്കം മനുഷ്യന് അത്യാവശ്യമാണ്. ഒരു സാധാരണ നിലയിൽ 6 മുതൽ 8 മണിക്കൂർ വരെയാണ് ഒരു പ്രായപൂർത്തി വന്ന ഒരു വ്യക്തിക്ക് ഉറക്കം പറഞ്ഞിരിക്കുന്നത്. ഈ 6 to 8 hours സ്ലീപ്പ് പലപ്പോഴും നാം റമദാൻ മാസത്തിൽ അതിൽ വ്യത്യാസം വരും. സാധാരണ നിലയിൽ ഈ ഉറക്കം രാത്രി തന്നെ വേണം എന്നുള്ളതാണ് ഫിസിയോളജിക്കലായിട്ട് പറഞ്ഞിട്ടുള്ളത്. എങ്കിലേ അത് പരിപൂർണമാവുകയുള്ളൂ. പലപ്പോഴും ഒരു ഫ്രാക്ചേർഡ് സ്ലീപ്പ് നമുക്ക് റമദാൻ മാസത്തിൽ വേണ്ടി വരും. കാരണം രാത്രി പ്രാർത്ഥനകൾക്ക് വേണ്ടി നീക്കി വെക്കേണ്ടതാണ്. കഴിയുന്നത്ര സമയം പ്രാർത്ഥിക്കുവാൻ ചിലവാക്കി കഴിഞ്ഞാൽ റമദാനിൻ്റെ എല്ലാ പ്രതിഫലവും കിട്ടണമെങ്കിൽ രാത്രികാലങ്ങളിലുള്ള പ്രാർത്ഥനകളിലും ഖുർആൻ പാരായണത്തിലൂടെയുമാണ് നമുക്കതിന് പറ്റുക. അപ്പോൾ ഈ ഒരു ഉറക്കക്കുറവ് അതൊരു പരിധി വരെ നമുക്ക് ഈ ഡേ ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു ദിവസം രാവിലെ മുതൽ സാധാരണ നിലയിൽ റമദാനിൽ ജോലി സമയങ്ങളിലും മാറ്റം വരും. കുറച്ച് സമയം ജോലി ചെയ്യേണ്ടുള്ളൂ, കുറച്ച് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ ആ മുഴുവൻ സമയവും ഉറങ്ങി തീർക്കാതെ പകൽ കുറച്ചു നേരമൊക്കെ ഈ ഒരു രാത്രി നഷ്ടപ്പെട്ടു പോകുന്ന ഉറക്കത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. പകൽ സമയത്ത് കുറച്ചു നേരമൊക്കെ ഈ ഒരു രാത്രി നഷ്ടപ്പെട്ടു പോയ ഉറക്കം ഉച്ചയ്ക്ക് ശേഷം പ്രത്യേകിച്ചു ഉറങ്ങാം. പക്ഷെ രാത്രിയും കുറച്ച് സമയം ഉറങ്ങുന്നത് ആവശ്യമാണ്. അതിനുശേഷം ബാക്കിയുള്ള സമയം പ്രാർത്ഥനകളിൽ നിർവഹിക്കുക. അല്ലെങ്കിൽ ശരീരത്തിന് വളരെ കാര്യമായിട്ടുള്ള ക്ഷീണം ബാധിക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ മഗ്‌രിബിനൊക്കെ ശേഷം നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഈ ഒരു ഡിന്നർ കഴിച്ചതിന് ശേഷം ഒരു 10 മണിയോടുകൂടി ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ 3-4 മണിക്കൂർ, ഒരു 10 to 1:30 നമ്മൾ തഹജ്ജുദ് നമസ്കരിക്കാനൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഒരു 1:30-2 മണിക്കാണ് സാധാരണ തഹജ്ജുദ്, അല്ലെങ്കിൽ 2 മണിക്കായിരിക്കും പോവുക. ആ സമയം വരെ ഒരു 4 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനുശേഷം തഹജ്ജുദൊക്കെ നിസ്കരിച്ച് സുബഹിയൊക്കെ നിസ്കരിച്ച് പിന്നെ ഒന്നുകൂടി ഉറങ്ങുന്നത് നല്ലതാണ്. സുബഹിക്ക് ശേഷം സുബഹി നമസ്കാരം 5 മണിയോടുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂറൊക്കെ ഉറങ്ങുകയാണെങ്കിൽ ആ ഒരു 2 hours, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം വേണമെങ്കിൽ 1 മണിക്കൂർ, പിന്നെ നമുക്കുള്ള ആ ഒരു 6-7 മണിക്കൂർ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അല്ലാതെ പകൽ മുഴുവൻ ഉറങ്ങി രാത്രി മുഴുവൻ ഉണർന്നിരിക്കുന്ന ആ ഒരു സിസ്റ്റം അത് നോമ്പ് പരിപൂർണമാകില്ല. രാത്രി കുറേ സമയം പ്രാർത്ഥനയ്ക്ക് ചെലവഴിക്കേണ്ടതാണെങ്കിലും ഉറക്കത്തിലുള്ള ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ്, ആ സമയം രണ്ടിനും വേണ്ടി കണക്കാക്കി വെക്കൽ വളരെ പ്രാധാന്യമുള്ളതാണ്. ഉറക്കം ഈ പറഞ്ഞ 5 മണിക്കൂറോ 6 മണിക്കൂറിലോ കുറഞ്ഞാൽ അത് ശരീരത്തിനെ ബാധിക്കും. അത് പലപ്പോഴും പിന്നീട് നമ്മളുടെ ആരോഗ്യത്തിനെ ബാധിക്കും. അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷേ പ്രാർത്ഥനകൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള അവസാനത്തെ 10 ദിവസം രാത്രികാലങ്ങളിൽ എത്രയും പ്രാർത്ഥിച്ചാൽ അത്രയും കൂടുതൽ ഫലം കിട്ടുന്ന ആ സമയത്ത് ഇതിനൊക്കെ നമുക്കൊരു 10 ദിവസം മാറ്റി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആ 10 ദിവസം കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി പരിപൂർണമായി രാത്രി സമയങ്ങളിൽ നമ്മൾ നമസ്കരിച്ചാൽ തന്നെ ആ 10 ദിവസം പിന്നീട് നമുക്ക് മേക്കപ്പ് ചെയ്യാം. പലപ്പോഴും ഉറക്കം മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ വീക്കെൻഡിലൊക്കെ നമുക്ക് ശരിക്ക് ഒരു ഫുൾ ഡേ ഒക്കെ കിടന്ന് ഉറങ്ങിക്കൊണ്ട് അതുവരെ നഷ്ടപ്പെട്ടു പോയ ഉറക്കം ചിലപ്പോൾ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും. സ്ലീപ്പ് തീവ്സ് എന്ന് പറയും. പലപ്പോഴും പല ആൾക്കാരും കുറേ ദിവസം ഉറങ്ങാതെ പിന്നീട് അതിനുശേഷം കുറേ സമയമൊക്കെ ഉറങ്ങി തീർക്കാൻ പറ്റും. അതും ചെയ്യാൻ പറ്റും. അപ്പോൾ പൊതുവെ ഈ പറഞ്ഞൊരു ക്ലിപ്തത പാലിക്കുന്നുണ്ടെങ്കിലും റമദാനിൻ്റെ അവസാനത്തെ 10 ഈ ഖിയാമുൽ ലൈലിൻ്റെ ദിവസങ്ങളിൽ ഈ നമുക്ക് പലപ്പോഴും സമയം കൂടുതൽ രാത്രി ഉറക്കം മാറ്റി വെച്ചുകൊണ്ട് പ്രാർത്ഥനകൾക്ക് നീക്കി വെച്ച് പകൽ കുറച്ചുകൂടി ഉറങ്ങിക്കൊണ്ട് അത് മേക്കപ്പ് ചെയ്യാവുന്നതാണ്.